അമ്മയാണ് എല്ലാം. പക്ഷേ അമ്മ എൻ്റെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ കരം വെച്ച് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മയേക്കാൾ ഉപരി യേശുവിനെ എത്രമാത്രം സ്നേഹിക്കണമെന്നും അവിടുന്ന് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്നും ഈ ലോകത്തിന് വേണ്ടി ക്രൂശിലേറിയത് എന്തിനാണെന്നും ദൈവം പഠിപ്പിച്ചു എന്ന് എനിക്ക് പറയാൻ അത്രമാത്രം എനിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല. ആത്മീയമായിട്ടുള്ള ജീവിതത്തിൻ്റെ വളർച്ച കർത്താവിനെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഉടമ്പടിയുടെ വചനങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പാലിക്കുമായിരുന്നു. അതുപോലെ തന്നെ എളിമപ്പെട്ട് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എവിടെ പോയാലും എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും ഈശോയുമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. കർത്താവിൻ്റെ ഹിതം അറിയണമെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ മുട്ടുകുത്തണം, അവിടത്തോട് പറയണം. മനുഷ്യനോട് പറയുന്നേക്കാൾ ഉപരി ഈശോയോട് ഞാൻ പറയുമായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലും എന്നെ സഹായിച്ചിട്ടില്ല. മനുഷ്യനോട് പറഞ്ഞിട്ടും നമുക്കൊരു കാര്യമില്ല. കുറച്ച് നേരം മാത്രം ഉണ്ടാകുന്ന സന്തോഷം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സങ്കടമായിട്ട് മാറും. എന്നാൽ വീണ്ടും വീണ്ടും ഈശോയെ നമ്മൾ തേടി വരുന്നൊരു യേശു അല്ലെങ്കിൽ ഒരു ദൈവം നമുക്കുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വേദനകൾ, വിഷമങ്ങൾ, സന്തോഷങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും കർത്താവിൻ്റെ മുമ്പിലേക്ക് തുറന്നു കാട്ടാനൊരു മനസ്സ്, അതാണ് ഉടമ്പടി.